പാലക്കാട് വിസ തട്ടിപ്പ് കേസിൽ 2 പേർ പിടിയിൽ. മുണ്ടൂർ സ്വദേശികളായ അഭിലാഷ്, അനൂപ് എന്നിവരാണ് പിടിയിലായത്. ന്യൂസിലൻഡിലേക്ക് സൗജന്യ വിസ വാഗ്ദാനം ചെയ്ത പ്രതികൾ 350-ലധികം പേരിൽ നിന്ന് പണം തട്ടിയെടുത്തു. പ്രതികളുടെ കോയമ്പത്തൂർ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നത്. വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ വിസ തട്ടിപ്പ് കേസിലാണ് 2 പേരെ പിടിയിലായിരിക്കുന്നത്. ഏകദേശം 350ഓളം പേരിൽ നിന്നും പണം തട്ടിയതായിട്ടുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്ത് നടപടിയാണ് ഇപ്പോൾ ഇവർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്? മറ്റ് വിശദാംശങ്ങൾ കൂടി അരുൺ. കോങ്ങാട് പോലീസാണ് മുണ്ടൂർ സ്വദേശികളായ അഭിലാഷ്, അനൂപ് എന്നീ 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഈ പ്രതികൾ വിസ തട്ടിപ്പ് നടത്തി വരികയായിരുന്നു എന്നുള്ളതാണ്. ന്യൂസിലാൻഡിലേക്ക് സൗജന്യമായിട്ട് വിസ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കളെയാണ് ഇവർ വലയിലാക്കിയിരിക്കുന്നത്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഒരു ഓഫീസ് തുറക്കുകയും തുടർന്ന് ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ സൗജന്യ വിസ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊഴിൽ രഹിതരായ യുവാക്കളെ ആകർഷിക്കുകയായിരുന്നു. തുടർന്ന് ഇവരിൽ നിന്ന് 13,000 രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 350ഓളം ആളുകളിൽ നിന്ന് ഇവർ 13,000 രൂപ വെച്ച് വാങ്ങി എന്നുള്ളതാണ്. ഇതിൽ കോങ്ങാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാവുകയും തുടർന്ന് കോങ്ങാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിലാണ് മുണ്ടൂർ സ്വദേശികളായ ഈ 2 യുവാക്കൾ, അഭിലാഷ്, അനൂപ് എന്നീ 2 യുവാക്കൾ പോലീസിന്റെ പിടിയിലായത്. പോലീസ് ഇവരുടെ കോയമ്പത്തൂരിലെ ഓഫീസിൽ ഉൾപ്പെടെ പരിശോധന നടത്തി. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഇതിൽ ഒരുപാട് യുവാക്കൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും 350ഓളം പേർ ഇത്തരത്തിൽ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. 13,000 രൂപ വെച്ച് ഇവർക്കെല്ലാം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ന്യൂസിലാൻഡിലേക്കാണ് സൗജന്യ വിസ നൽകാമെന്ന് പറഞ്ഞ് ഈ 2 യുവാക്കൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ശരി.